നമസ്കാരം. വിവാഹിതരാണെന്ന് വെച്ച് വിവാഹത്തിന് പുറത്ത് പ്രണയത്തിലായിക്കൂടുന്ന നിയമമൊന്നുമില്ല. മതവും വിശ്വാസവും ധാർമ്മിക ബോധവുമൊക്കെ അതിന് തടസ്സം നിൽക്കും എന്നത് വേറെ കാര്യം. വിവാഹത്തിന് പുറത്ത് പ്രണയത്തിലാകുന്നവർ പണ്ടും ഉണ്ടെങ്കിലും ഈയിടെ അത് വല്ലാതെ കൂടിയിട്ടുണ്ട്. പല വിവാഹമോചനങ്ങൾക്കും പ്രധാന കാരണം അത്തരം വിവാഹേതര ബന്ധങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സൗകര്യം വർദ്ധിച്ചതാകും ഈ പരിപാടി കൂടാൻ കാരണം. സോഷ്യൽ മീഡിയ പലപ്പോഴും അതിനൊരു നിമിത്തമാകുന്നുമുണ്ട്. വിവാഹത്തിന് ശേഷം പ്രണയത്തിലേർപ്പെടുന്നവർ പലപ്പോഴും ചതിക്കപ്പെടുന്നു. പലർക്കും ഇതൊരു താൽക്കാലിക സെറ്റപ്പാകും. അത് മനസ്സിലാകാതെ ചെന്ന് ചാടുന്നവരാണ് പെട്ടുപോകുന്നത്. ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ചിലർ പരസ്പരം വിവാഹം കഴിക്കാമെന്ന് വെറുതെ വാക്ക് നൽകാറുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാം എന്നൊക്കെ വെറും വാക്ക് പറയും. അത് വിശ്വസിച്ച് സർവ്വം കാഴ്ചവെക്കുന്നവർ ചിലപ്പോൾ വെട്ടിലാകും. കാമുകൻ അല്ലെങ്കിൽ കാമുകി തേച്ചിട്ട് പോയാൽ ആരോടും സങ്കടം പറയാൻ പോലും കഴിയില്ല. വെറുതെ കരഞ്ഞു കഴിയുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഉണ്ടാകില്ല. എന്നാൽ ഇത്തരം ചില കേസുകൾ ചിലപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും എത്താറുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നായിരിക്കും FIR-ലും കുറ്റപത്രത്തിലും കാണുക. വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ ബലാത്സംഗമാകുമോ? വിവാഹിതനായ ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ അത് ബലാത്സംഗം എന്ന കുറ്റകൃത്യമാകുമോ? ഈ പ്രശ്നത്തിൻ്റെ നിയമവശങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നപേക്ഷിക്കുന്നു. നിയമവുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളുടെ ഫീഡിൽ കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഒരു പ്രവാസിയുടെ ഭാര്യയാണ് കഥാപാത്രം. ഭർത്താവ് ഗൾഫിലാണ്. പെൺകുട്ടി കപ്പലിൽ ജോലിയുള്ള ഒരാളുമായി അടുപ്പത്തിലായി. അയാളും വിവാഹിതനാണ്. പെൺകുട്ടി വീട് വിട്ട് കാമുകനോടൊപ്പം കാറിൽ മംഗലാപുരത്തേക്ക് പോയി. വഴിമധ്യേ അവർ മുറിയെടുത്ത് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പോഴേക്കും വീട്ടുകാർ പെൺകുട്ടിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ പെൺകുട്ടി നൽകിയ മൊഴിയിൽ കാമുകൻ വില്ലനായി, പ്രതിയായി. പോലീസ് അയാൾക്കെതിരെ IPC 376(1) പ്രകാരം കേസെടുത്തു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് രണ്ടുപേരും കോടതിക്ക് പുറത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്യുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പെൺകുട്ടി പിന്നീട് കോടതിയെ അറിയിച്ചു. ബലാത്സംഗം പോലുള്ള കേസുകൾ പ്രതിയും ഇരയും ഒത്തുതീർപ്പിലെത്തിയാലും സാധാരണഗതിയിൽ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരമില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അസാധാരണമായ അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതികൾക്ക് കേസ് റദ്ദാക്കാവുന്നതാണ്. നിരവധി വിധികളിൽ സുപ്രീം കോടതി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ കാമുകൻ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചു. പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ കേസിൽ തീരുമാനമെടുക്കാമെങ്കിലും ഹൈക്കോടതി കേസ് വിശദമായി തന്നെ